നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മരുതൂർ PUP സ്കൂളിൽ മോഷണം. ചൊവ്വാഴ്ച പുലർച്ചെ 1:00-ഓടെയാണ് രണ്ടംഗ സംഘം മോഷണം നടത്തിയത്. കല്ലൂർക്കാട് പോലീസും വിരലടയാള വിദഗ്ധരും തെളിവെടുപ്പ് നടത്തി. ബ്ലഡ് ബാങ്ക്, പഞ്ചിംഗ് സംവിധാനം, ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം നവീകരിക്കുന്നു. കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഒരുക്കാനും തീരുമാനം. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ശരിയാക്കുന്നതിനായി എടുത്ത കുഴി മൂടാത്തത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷന് സമീപത്തെ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ. പ്രതിഷേധം ശക്തം. ലോകകപ്പ് ഫുട്ബോൾ കിക്ക് ഓഫിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. മൂവാറ്റുപുഴയിൽ ഫുട്ബോൾ ആവേശം. പ്രിയ താരങ്ങളുടെയും ടീമുകളുടെയും കൂറ്റൻ ഫ്ലെക്സുകളാണ് മൂവാറ്റുപുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ ഉയർന്നിരിക്കുന്നത്. പിണവൂർക്കുടിയിൽ കാട്ടാനക്കൂട്ടം വീടിന്റെ മുകളിലേക്ക് മരം മറിച്ചിട്ടു. ബുധനാഴ്ച പുലർച്ചെയാണ് ആക്രമണം. കുടുംബം പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. മരുതൂർ PUP സ്കൂളിൽ മോഷണം. ചൊവ്വാഴ്ച പുലർച്ചെ 1:00-ഓടെയാണ് രണ്ടംഗ സംഘം ഓഫീസ് മുറി തകർത്ത് മോഷണം നടത്തിയത്. കല്ലൂർക്കാട് പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. മരുതൂർ PUP സ്കൂളിന്റെ ഓഫീസ് മുറി തകർത്ത് മോഷണം. ചൊവ്വാഴ്ച പുലർച്ചെ 1:00-ഓടെയാണ് ഓഫീസ് മുറിയിൽ രണ്ടംഗ സംഘം മോഷണം നടത്തിയത്. മോഷ്ടാക്കൾ കവർന്ന ലാപ്ടോപ്പ് പ്രദേശവാസിയുടെ സന്ദർഭോചിതമായ ഇടപെടലിലൂടെ തിരികെ കിട്ടി. പ്രദേശവാസിയായ അഭിജിത്ത് ജോലി കഴിഞ്ഞ് രാത്രി 1:30-ഓടെ സ്കൂളിന് സമീപമുള്ള കനാൽ റോഡ് വഴി വീട്ടിലേക്ക് പോകുമ്പോൾ സ്കൂൾ റോഡിൽ നിന്നും കറുത്ത വേഷം ധരിച്ച 2 പേർ വരുന്നത് കണ്ടു. പ്രദേശവാസി കണ്ടെന്ന് മനസ്സിലായതോടെ മോഷ്ടാക്കൾ അഭിജിത്തിനെ ആക്രമിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആക്രമണത്തിന്റെ ഇടയിൽ അഭിജിത്തിന്റെ നഷ്ടപ്പെട്ട ഫോൺ തിരികെ എടുക്കാൻ വന്നപ്പോഴാണ് ഫോണിനൊപ്പം ലാപ്ടോപ്പും തിരികെ കിട്ടിയത്. ഇന്നലെ വർക്ക് കഴിഞ്ഞിരുന്ന വഴിക്ക് സ്കൂളിലെ താഴെ കൂടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2 വ്യക്തികൾ ഓടി തന്നെ കണ്ടു. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ, ഇങ്ങനെ എങ്ങോട്ടായി ഓടി പോകുന്നത്. അപ്പോൾ ഒരുത്തിനെ പിടിച്ചെടുത്തിയപ്പോഴേക്കും അവനെ ഒരു കാലിലാണ് മർദ്ദിച്ചു കഴിഞ്ഞാൽ നേരെ ഓടിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫോൺ മിസ്സായ കാര്യമാണ് ഞാനപ്പോൾ ആലോചിക്കുന്നത്. ഫോൺ എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നപ്പോഴേക്കും എനിക്ക് ഒരു ലാപ്ടോപ്പ് കിട്ടി. ലാപ്ടോപ്പ് എടുത്ത വഴിക്ക് തന്നെ ഞാൻ കൂട്ടുകാരനെ വിളിച്ച് ഇത് കാര്യം പറയണ്ടായി. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞ് നേരെ CCTVയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നു. ഇനി വരുമോ ഇതൊന്നും അറിയത്തില്ല എന്ന് പറയും. പോലീസുകാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർ എത്താൻ കുറച്ച് വൈകിയായിരുന്നു. അപ്പം ഞാൻ അതായിട്ട് വീട്ടിൽ പോയി. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ഞാൻ ഇത് ചെക്ക് ചെയ്തപ്പോൾ അപ്പോഴാണ് മനസ്സിലായി മരിയ സ്കൂളിലെ ലാപ്ടോപ്പാണ്. സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്ന പരിപാടി ചൊവ്വാഴ്ച സ്കൂളിൽ നടത്താനായി ഭാരവാഹികൾ സ്കൂളിലെത്തിയിരുന്നു. പ്രധാനാധ്യാപിക വരാൻ താമസിച്ചതിനാൽ ഭാരവാഹികൾക്കായി പ്രധാനാധ്യാപികയുടെ മുറി തുറന്ന സമയത്താണ് സ്കൂൾ അധികൃതരും മറ്റുള്ളവരും മോഷണ വിവരം അറിഞ്ഞത്. ഭിത്തിയുടെ മുകളിൽ ഓഫീസ് മുറി വേർതിരിച്ച് സ്ഥാപിച്ചിരുന്ന പലക പൊളിച്ചാണ് മോഷ്ടാക്കൾ ഉള്ളിൽ പ്രവേശിച്ചത്. പുറത്തുനിന്ന് ഭിത്തിയിൽ ചവിട്ടി കയറിയതെന്ന് സംശയിക്കുന്ന അടയാളങ്ങളും കണ്ടെത്തി. ഇന്ന് രാവിലെ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ മരുതൂർ സ്കൂളിലേക്ക് കുറച്ച് നോട്ട്ബുക്ക് വിതരണത്തിനായിട്ട് ഞാനും മുൻ മെമ്പർ സുബിത സാബു, സേവാഭാരതിയുടെ പ്രവർത്തകർ ഒരു 9:30 സമയത്ത് ഞങ്ങൾ സ്കൂളിലെത്തുകയും HM വരാനായിട്ട് വൈകുന്നതിനാൽ സ്കൂളിലെ ടീച്ചേഴ്സ് HMന്റെ റൂം ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് തുറന്നു തരുന്ന സമയത്താണ് ഞങ്ങൾ ഈ റൂമിൻ്റെ അവസ്ഥ കാണുന്നത്. ആദ്യമേ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ സംഭവിച്ചാകാം എന്ന രീതിയിലാണ് ഞങ്ങൾ ഇരുന്നുണ്ടായിരുന്നത്. പിന്നീട് ജസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ലാപ്ടോപ്പ് മോഷണം പോയതായിട്ടും ആരോ കയറി നടന്നതായിട്ടും സംശയം തോന്നിയതിന് പുറത്ത് ഞങ്ങൾ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് വന്നെത്തി ഇതൊരു മോഷണ ശ്രമമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിജിത്ത് ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോഴാണ് സ്കൂളിലേതാണെന്ന് മനസ്സിലാക്കിയത്. സ്കൂളിലെത്തി ലാപ്ടോപ്പ് തിരിച്ചേൽപ്പിക്കാൻ ഇതേ സമയം അഭിജിത്ത് സ്കൂളിലെത്തിയതോടെ മോഷണം സ്ഥിരീകരിച്ച് വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. കല്ലൂർക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും തെളിവെടുപ്പ് നടത്തി. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം നവീകരിക്കുന്നു. ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക്, പഞ്ചിംഗ് സംവിധാനം, കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഒരുക്കാനും തീരുമാനം. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം പൂർണ്ണമായും നവീകരിക്കാൻ തീരുമാനം. ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക്, പഞ്ചിംഗ് സംവിധാനം, കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയാണ് ഒരുക്കാൻ തീരുമാനമായത്. ജില്ലാ മെഡിക്കൽ ഓഫീസറും നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷൻ എന്നിവർ പങ്കെടുത്ത ചർച്ചയിലാണ് തീരുമാനം. DMO ആശുപത്രി സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു.
അത്യാഹിത വിഭാഗത്തിൽ സൗകര്യങ്ങളുടെ ക്രമീകരണങ്ങളും നവീകരണവും നടത്താനാണ് യോഗത്തിൽ തീരുമാനമായത്. അത്യാധുനിക നഴ്സിംഗ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാകും ഇവിടെ ഒരുക്കുക. ആശുപത്രിയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും രോഗികൾക്ക് വേഗത്തിൽ സേവനം ലഭ്യമാക്കുന്നതിനുമായി OP കൗണ്ടറുകൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യും. ജീവനക്കാരുടെ കൃത്യനിഷ്ഠ ഉറപ്പാക്കാൻ പഞ്ചിംഗ് സംവിധാനവും നടപ്പിലാക്കാൻ ആലോചിക്കുന്നുണ്ട്. ആശുപത്രിയിൽ പുതിയ ബ്ലഡ് ബാങ്ക് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും വേഗത്തിലാക്കും. മഴക്കാല രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ആശുപത്രിയിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കും. രാത്രി ആശുപത്രിയിൽ സാമൂഹിക വിരുദ്ധർ താവളമാക്കുന്നതായി രോഗികളിൽ നിന്ന് പരാതി ഉയർന്നിരുന്നു. ഇത് തടയുന്നതിനായി ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരുടെ സേവനം കർശനമാക്കാനും തീരുമാനമായി. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ശരിയാക്കുന്നതിനായി എടുത്ത കുഴി മൂടാത്തത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷന് സമീപത്തെ വാട്ടർ അതോറിറ്റിയുടെ ഈ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. മൂവാറ്റുപുഴ കാവുമ്പള്ളി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ തകർന്ന പൈപ്പ് ശരിയാക്കുന്നതിനായി എടുത്ത കുഴി മൂടാത്തത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷന് സമീപമാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ. കഴിഞ്ഞ മാസം 25-നാണ് പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത്. തുടർന്ന് തിങ്കളാഴ്ച വാട്ടർ അതോറിറ്റി അധികൃതർ അറ്റകുറ്റപ്പണികൾ നടത്തി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇതിനായി എടുത്ത കുഴിയാണ് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരേപോലെ വിനയായിരിക്കുന്നത്. മഴ കനക്കുകയും റോഡിലേക്ക് അടക്കം എടുത്തിട്ടിരിക്കുന്ന മണ്ണും വാഹനങ്ങൾ പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്തടക്കം ചെളിയും തെറിക്കുന്ന അവസ്ഥയിലാണ്. മണ്ണെടുത്ത ആഴത്തിലുള്ള കുഴി കാരണം കാൽനട യാത്രക്കാർക്ക് നടപ്പാതയിലൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. നഗരത്തിന്റെ തിരക്ക് ഒഴിവാക്കുന്നതിനായി കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന റോഡിലാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ. കുഴി മൂടാതെ കിടക്കുന്നതിന്റെ എതിർവശത്തായി റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴിയും വാഹനയാത്രക്കാരെ ദുരിതത്തിലാക്കുകയാണ്. കഷ്ടിച്ച് 2 വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന റോഡിന് നടുവിലായാണ് കുഴിയും രൂപപ്പെട്ടിരിക്കുന്നത്. സമീപത്തെ സ്കൂളിലേക്ക് അടക്കം ദിനംപ്രതി നിരവധി ആളുകളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. റോഡിലെ കുഴിയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെടുത്ത കുഴിയും മൂടി റോഡ് പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് ബ്രാഞ്ച് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിനോടകം തന്നെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും വാട്ടർ പ്യൂരിഫയർ കൊടുക്കുവാനായിട്ട് റെഡ് ക്രോസിന് സാധിച്ചിട്ടുണ്ട്. അത് അവരുടെ ഒരു പ്രവർത്തനം മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ റെഡ് ക്രോസ് പ്രത്യേകിച്ച് നമ്മുടെ മൂവാറ്റുപുഴയിൽ ചെയ്യുന്നുണ്ട്. ജനറൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മിക്ക ആക്ടിവിറ്റീസിലും റെഡ് ക്രോസിൻ്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. ഈ ഒരു കാര്യത്തിലും ഒരാവശ്യം പറഞ്ഞപ്പോൾ തന്നെ അത് ടെക്നിക്കൽ സ്കൂളിൻ്റെ ഒരു പ്രാധാന്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊരു വാട്ടർ പ്യൂരിഫയർ തരാമെന്ന് റെഡ് ക്രോസ് സമ്മതിക്കുകയായിരുന്നു. മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമായി 4ാമത്തെ വാട്ടർ പ്യൂരിഫയറാണ് റെഡ് ക്രോസ് സ്ഥാപിക്കുന്നത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെയർമാൻ ജോർജ് എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ സൂപ്രണ്ട് സജീവ് കുമാർ PC, ജോർജ് വർഗീസ്, വാർഡ് കൗൺസിലർ ദീപ്തി വിപിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൺവെൻഷനും പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും നടത്തി. മഴുവന്നൂർ പഞ്ചായത്ത് അംഗം ജോർജ് എടപ്പരുത്തി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സൗത്ത് മഴുവന്നൂർ യൂണിറ്റ് കൺവെൻഷനും പുതിയ അംഗങ്ങളെ സ്വീകരിക്കലും നടത്തി. മംഗലത്തുനട CP ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷൻ മഴുവന്നൂർ പഞ്ചായത്ത് അംഗം ജോർജ് എടപ്പരുത്തി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി MN കൃഷ്ണൻ പുതിയ അംഗങ്ങളെ സ്വീകരിച്ചു. ഉന്നത വിജയം നേടിയ യൂണിറ്റ് അംഗങ്ങളുടെ കുട്ടികളെ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PI എബ്രഹാം ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് VM ഏലിയാമ്മ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി KN നാരായണൻ, ട്രഷറർ KR രാജൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KK ഗീവർഗീസ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി AN ഭാസ്കരൻ, ജോയിന്റ് സെക്രട്ടറി PM ഏലിയാസ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പിണവൂർക്കുടിയിൽ കാട്ടാനക്കൂട്ടം വീടിന്റെ മുകളിലേക്ക് മരം മറിച്ചിട്ടു. ബുധനാഴ്ച പുലർച്ചെ പൊട്ടനാനിക്കൽ ബിനോയുടെ വീടിന്റെ മേൽക്കൂരയിലേക്കാണ് കാട്ടാനക്കൂട്ടം മരം മറിച്ചിട്ടത്. കുടുംബം പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു.
കുട്ടമ്പുഴ പിണവൂർക്കുടിയിൽ കാട്ടാനക്കൂട്ടം വീടിന്റെ മുകളിലേക്ക് പനമരം മറിച്ചിട്ടു. പൊട്ടനാനിക്കൽ ബിനോയിയുടെ വീടിന്റെ മേൽക്കൂരയിലേക്കാണ് ബുധനാഴ്ച പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടം മരം മറിച്ചിട്ടത്. പുലർച്ചെ 3ഓടെ ഒച്ച കേട്ട് വീട്ടിലെ താമസക്കാരായ രാജൻ, ഭാര്യ അനിത, ഇവരുടെ 10 വയസ്സുകാരി മകൾ എന്നിവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കാട്ടാനശല്യം മൂലം വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും വാർഡ് മെമ്പർ ബിന്ദു രാജേന്ദ്രൻ പറഞ്ഞു. പേഴിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർധനരായ മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ നൽകി. പേഴിക്കാപ്പള്ളി റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ കൈത്താങ്ങ് വിദ്യാലയത്തിൽ പുതുതായി പ്രവേശനം നേടിയ കുട്ടികൾക്കും നിർധനരായ കുട്ടികൾക്കുമാണ് ബാഗ് ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ നൽകിയത്. വിദ്യാലയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് വർക്കി ഉദ്ഘാടനം ചെയ്തു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. ലോകകപ്പ് ഫുട്ബോൾ കിക്ക് ഓഫിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മൂവാറ്റുപുഴയിൽ ഫുട്ബോൾ ആവേശം. പ്രിയ താരങ്ങളുടെയും ടീമുകളുടെയും കൂറ്റൻ ഫ്ലെക്സുകളാണ് മൂവാറ്റുപുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ ഉയർന്നിരിക്കുന്നത്. ലോകം കാത്തിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ കിക്ക് ഓഫിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മൂവാറ്റുപുഴയും പരിസര പ്രദേശങ്ങളും പൂർണ്ണമായും കളിയാവേശത്തിലേക്ക് വഴിമാറി. നാടും നഗരവും പ്രിയപ്പെട്ട ടീമുകളുടെ ജേഴ്സി നിറങ്ങളാൽ അലങ്കരിക്കപ്പെട്ടു കഴിഞ്ഞു. പ്രാദേശിക ഫുട്ബോൾ ക്ലബ്ബുകളുടെയും ആരാധക കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ വൻ ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. മൂവാറ്റുപുഴ PO ജംഗ്ഷൻ, അടൂപ്പറമ്പ്, ആരക്കുഴ, മാറാടി, തൃക്കളത്തൂർ, പേഴക്കാപ്പള്ളി തുടങ്ങിയ ഇടങ്ങളിലെല്ലാം പ്രിയതാരങ്ങളുടെയും ടീമുകളുടെയും കൂറ്റൻ ഫ്ലെക്സുകളാണ് ഉയർന്നിരിക്കുന്നത്. തൃക്കളത്തൂർ പള്ളിപ്പടിയിൽ അർജന്റീന ഫാൻസ് സ്ഥാപിച്ച 20 അടി ഉയരവും 12 അടി വീതിയുമുള്ള ഭീമൻ ഫ്ലെക്സ് ഇതിനോടകം തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഇതും ഞങ്ങൾ തൂക്കും, തൂക്കിയിരിക്കും എന്ന ഫ്ലെക്സിലെ മാസ് ഡയലോഗ് അർജന്റീന ആരാധകർക്ക് ഇരട്ടി ആവേശമാണ് പകരുന്നത്. ആലക്കുഴയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പറങ്കിപ്പടയും ലയണൽ മെസ്സിയുടെ അർജന്റീനയും നേർക്കുനേർ നിൽക്കുന്ന ഫ്ലെക്സ് പോരാട്ടമാണ് കാണാൻ സാധിക്കുന്നത്. മെസ്സിയും നെയ്മറും റൊണാൾഡോയും മാസ് കാട്ടുന്ന മാസ്മര നിമിഷങ്ങൾ ഒട്ടും ചോർന്നു പോകാതെ വലിയ ജനക്കൂട്ടത്തോടൊപ്പം ആസ്വദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരാധകർ. പ്രാദേശിക ഫുട്ബോൾ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ടൗൺ ഹാളിൽ ഭീമൻ LED സ്ക്രീൻ ഒരുങ്ങുന്നുണ്ട്. വിവിധയിടങ്ങളിൽ പ്രൊജക്ടറുകൾ ഉപയോഗിച്ച് ലൈവ് സ്ക്രീനിംഗ് നടത്തുന്നതിനുള്ള ആലോചനകൾ പുരോഗമിക്കുകയാണ്. അർദ്ധരാത്രിയിലെ മത്സരങ്ങൾ കാണാൻ പോലും വൻ ജനക്കൂട്ടം ഒഴുകിയെത്തുമെന്ന് ആരാധക കൂട്ടായ്മകൾ ഉറപ്പു പറയുന്നുണ്ടെങ്കിലും കളി നടക്കുന്ന സമയക്രമീകരണവും നിലവിലെ കാലാവസ്ഥയും നേരിയ ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ടെന്ന് ആരാധകർ പറയുന്നു. എങ്കിലും പ്രതികൂല സാഹചര്യങ്ങളെയും കാറ്റിൽ പറത്തി പന്തുരുളുന്നതോടെ മൂവാറ്റുപുഴ പൂർണ്ണമായും കാൽപന്ത് കളിയുടെ ലഹരിയിലാകുമെന്നുറപ്പാണ്. കദളിക്കാട് നാഷണൽ റീഡിംഗ് ക്ലബ്ബ് ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി CA മാത്യു ചൂരാപ്പുഴയുടെ 50ാമത് ചരമവാർഷികം ആചരിച്ചു. ലൈബ്രറി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുൻ മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മഞ്ഞളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തന്നിട്ടാമയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.